നമസ്കാരം. പേപ്പർ ബാലറ്റിലൂടെയായിരുന്നു പതിറ്റാണ്ടുകളായി നമ്മുടെ ജനാധിപത്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് വലിയ തോതിലുള്ള ജനാധിപത്യ അട്ടിമറിക്ക് കാരണമാകുന്നു എന്ന് മാത്രമല്ല, കാലം മാറിയപ്പോൾ ഇത്രയധികം ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കുറച്ചുകൂടി സുതാര്യവും എളുപ്പവുമാക്കണം എന്ന കണക്കുകൂട്ടലിലാണ് മുൻ സർക്കാരുകൾ EVM മെഷീൻ കൊണ്ടുവന്നത്. മോദി സർക്കാരോ BJP അല്ല EVM മെഷീൻ ഇവിടെ കൊണ്ടുവന്നത്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് EVM മെഷീൻ കൊണ്ടുവന്നത്. EVM മെഷീനുകൾ ഒരു പരിധിവരെ വോട്ടിങ്ങിലെ അട്ടിമറി ഇല്ലാതാക്കി. ഇപ്പോഴും അട്ടിമറികളുണ്ട്. ഇരട്ട വോട്ടുകൾ ഉദാഹരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഏതാണ്ട് 25,000 ഇരട്ട വോട്ടുകളാണ് ക്ലീൻ ചെയ്തെടുത്ത് വിജയമുറപ്പിച്ചത്. അത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ ഇപ്പോഴും നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ബൂത്ത് പിടുത്തമോ എതിരാളികളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള വോട്ടിങ്ങോ ഒക്കെ ഇപ്പോൾ പ്രയാസമായിട്ടുണ്ട്. അതേസമയം EVM മെഷീനുകൾ തട്ടിപ്പാണെന്നും ഈ മെഷീനുകളുടെ അടിസ്ഥാനത്തിലാണ് BJP വിജയം ഉറപ്പിക്കുന്നത് എന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അനേകം പേരുണ്ട്. അവരുടെയൊക്കെ ചിന്താഗതിയുടെ അടിസ്ഥാന കാരണം ഇലക്ട്രോണിക് മെഷീന് ഏത് തരത്തിലുള്ള കൃത്രിമവും വരുത്താമെന്നതാണ്. വരുത്താൻ കഴിയും ഇല്ല എന്നൊന്നും പറയുന്നില്ല. എന്നാൽ എല്ലാ തരത്തിലുള്ള കൃത്രിമവും ഒഴിവാക്കുന്ന തരത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള അനേകം നടപടിക്രമങ്ങളുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് ഈ മോക്ക് പോൾ, ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മോക്ക് പോൾ നടത്തണം. മോക്ക് പോൾ എന്ന് പറയുന്നത് എല്ലാ വോട്ടിംഗ് മെഷീനുകളും വരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒരിടത്ത് കൊണ്ടുവരുന്നു. ചീഫ് പോളിംഗ് ഓഫീസർമാർ എത്തുന്നു. എന്നിട്ട് വോട്ട് ചെയ്ത് പരിശോധിക്കുന്നു. വോട്ട് ചെയ്യുന്നവർക്ക് തന്നെയാണോ വരുന്നത്? VVPAT നമുക്കറിയാം. ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉറപ്പാക്കിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വീണ്ടും ഈ മോക്ക് പോൾ ഉണ്ട്. ഓരോ ബൂത്തിലും ആ ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ, പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാർ അവരോടൊപ്പം കൂടണം. 50 വോട്ടെങ്കിലും ഈ മോക്ക് പോളായി നടത്തും. ഈ ഏജന്റുമാരുടെ മുമ്പിൽ വെച്ചാണ് വരണാധികാരി അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് ആദ്യം ചെയ്യുന്നത് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യും. റിസൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ പാർട്ടികൾക്കും 0 എന്ന് ഉറപ്പാക്കും. അതെല്ലാവരെയും കാണിച്ച് ബോധ്യപ്പെടുത്തും. അതിനുശേഷമാണ് പോളിംഗ്. വിവിധ പാർട്ടി സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്യും. അത് VVPAT എങ്ങനെയാണ് വരുന്നതെന്ന് രേഖപ്പെടുത്തും. അത് എഴുതി വയ്ക്കും. ഓരോരുത്തർക്കും എത്ര ചെയ്യേണ്ടത്. ഞാനാണ് കോൺഗ്രസിൻ്റെ ഏജന്റ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ 9 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 9 വോട്ട് ഇന്ന സമയം ഇന്ന് എഴുതി വെക്കും. എന്നിട്ട് ഈ VVPAT ഞാൻ വോട്ട് ചെയ്ത സമയത്ത് തന്നെ അത്രയും വോട്ടുകൾ കോൺഗ്രസിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കും. ഇതിന് ശേഷം റിസൾട്ട് ക്ലിക്ക് ചെയ്യും. ആ റിസൾട്ട് എൻ്റെ 9 വോട്ടാണോ എന്ന് ഉറപ്പാക്കും. ഇത്രയും കൃത്യതയോടുകൂടി യാതൊരു ആശയക്കുഴപ്പമില്ല ഇന്ന് എല്ലാ ബൂത്തുകളിലും ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനുശേഷം ക്ലിയർ ബട്ടൺ ചെയ്യും. വീണ്ടും 0 ആക്കും. 0 ബോധ്യപ്പെടുത്തും. ഇത്രയേറെ കരുതലോടെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ പോലും ചിലയിടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ വരാം. മെഷീൻ കേടാകാം. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അട്ടിമറിക്കാനോ ആർക്കെങ്കിലും ബോധപൂർവം വിജയം സമ്മാനിക്കാനോ സാധ്യമല്ല എന്നത് വാസ്തവമാണ്. ഇത് അട്ടിമറിക്കാനുള്ള BJPക്ക് നേടാനുള്ള ഉപാധിയാണ് എന്ന് പറഞ്ഞ് പലതവണ കേസുകൾ കോടതിയിലെത്തി. ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലുമൊക്കെ തെളിവുകൾ വെച്ച് വാദിച്ച് തള്ളപ്പെട്ടു. ഒരു തരത്തിലുള്ള അട്ടിമറിയും നടക്കില്ല എന്ന് ഉറപ്പായി. വീണ്ടും ഒരിക്കൽ കൂടി കേസ് സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത് ഇത് അട്ടിമറിയാണെന്ന് പറഞ്ഞില്ല, VVPAT മുഴുവൻ എണ്ണണം എന്നാവശ്യപ്പെട്ടാണ്. അത് അപ്രായോഗികമാണ്. VVPAT എണ്ണാനാണെങ്കിൽ EVM മെഷീൻ്റെ ആവശ്യമില്ല. വോട്ട് ചെയ്യുന്നവർക്ക് ബാക്കി നടപടിക്രമങ്ങളെല്ലാം കയ്യിൽ മഷി പുരട്ടുന്നതും രജിസ്റ്ററിൽ പേരെഴുതുന്നതും സ്ലിപ്പ് കൊടുക്കുന്നതും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ആകെപ്പാടെയുള്ളത് വോട്ട് ചെയ്യുന്നത് മെഷീനിലാകുമ്പോൾ എണ്ണാൻ എളുപ്പമാണ് എന്നതാണ്. അപ്പോൾ VVPAT എണ്ണാനാണെങ്കിൽ അത് സാധ്യമല്ല എന്നത് എല്ലാവർക്കും അറിയാം. അതേസമയം ഒരു നിശ്ചിത എണ്ണം VVPAT എണ്ണുന്നുമുണ്ട്, അത് ഉറപ്പാക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സുതാര്യമായി നടന്നിട്ടും പരാതിയുമായി പോവുകയാണ്. സുപ്രീം കോടതി നിർണായകമായ വാദം കേൾക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ സുപ്രീം കോടതിയിൽ ഈ ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാസർഗോഡ് EVMൽ അട്ടിമറി ഉണ്ടായി എന്ന പ്രചരണം ഉണ്ടാവുന്നത്. വലിയ തോതിൽ പ്രചരണമുണ്ടായി. അതിനെക്കുറിച്ച് അതിൽ പങ്കെടുത്തവർ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇതാണ്. EVM മെഷീൻ ചെക്കിംഗ് ഹാളിൽ നിന്നും പുറത്തു വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 12 മെഷീനാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ആകെ 228-ല് 5%, അഥവാ 12 മെഷീനാണ് ചെക്കിങ്ങിന് എടുത്തിട്ടുള്ളത്. ഈ 12 മെഷീൻ 12 ടേബിൾ ചെക്ക് ചെയ്തപ്പം ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ, കാൻഡിഡേറ്റ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ടേബിളിൽ ഏജന്റുമാർ നോക്കി നിൽക്കെ ചെക്ക് ചെയ്യുമ്പോൾ 5 ടേബിളിലുള്ള മെഷീനിൽ താമരയ്ക്ക് 1 വോട്ട് ചെയ്തപ്പോൾ അതിന്റെ
മൊത്തം 10 വോട്ട് കഴിഞ്ഞപ്പോൾ പ്രിന്റ് വരുമ്പോൾ 2 താമരയും മറ്റുള്ള ചിഹ്നങ്ങൾ ആയിട്ട് 8 വരുന്നത്. ഒരു വോട്ട് ചെയ്തപ്പോൾ 2, ഒരു വോട്ടും ചെയ്തില്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1 കൃത്യമായി എഴുതി വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും താമരയ്ക്ക് ചെയ്യാത്ത വോട്ടിന് പ്രിന്റ് വരുന്നുണ്ട് VVPAT-ൽ. അതുകൊണ്ട് ഇവിടെ മൊത്തം 12 ടേബിളിലെയും EVM ചെക്കിംഗ് പ്രോസസ്സ് സ്തംഭനാവസ്ഥയിലാണ്. വലിയൊരു ഇഷ്യൂ ആണ്, വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്തപ്പോൾ വീണ്ടും അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രശ്നം മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രമോ കൈചിഹ്നമോ അല്ല, താമര ചിഹ്നം മാത്രമാണ് ചെയ്യാത്ത വോട്ടിന് 2 പ്രിന്റ് വരുന്നത്. ഒരു പ്രാവശ്യം ചെയ്തപ്പോഴും 2 പ്രിന്റ് വരുന്നു. അതുകൊണ്ട് അടിയന്തരമായി മെഷീൻ സിസ്റ്റം ഈ പ്രോബ്ലം പരിശോധിച്ച് എല്ലാം സുതാര്യമാണ്, ക്ലിയറാണ്, കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവരെ AROനെ അറിയിച്ചിട്ടുണ്ട്. ARO പറയുന്നത് ആദ്യത്തേത് താമര ചിഹ്നമായതുകൊണ്ട് അങ്ങനെ വരുന്നത് എന്നാണ്. പക്ഷേ VVPAT എണ്ണാനാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനമെങ്കിൽ വന്ന പ്രിന്റ് കൃത്യമായിട്ട് എണ്ണിയിരിക്കും. അപ്പോൾ ഇല്ലാത്ത വോട്ടിന് പ്രിന്റ് വന്നത് കാരണം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് തീർത്തും തെറ്റാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. പല വോട്ടുകൾ നടന്നു. 4 മെഷീനുകളിൽ കുഴപ്പമുണ്ടായിരുന്നു. ചെയ്യാത്ത താമരയ്ക്ക് വോട്ട് കിട്ടി, താമരയ്ക്ക് 1 വോട്ട് ചെയ്തപ്പോൾ 2 വോട്ട് കിട്ടി എന്നൊക്കെ പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ് എന്ന് ആർക്കും അറിയില്ല. കളക്ടർ, ജില്ലാ കളക്ടർ, അത് BJP കാരനൊന്നും അല്ലല്ലോ, ജില്ലാ കളക്ടറാണ് വരണാധികാരി, അദ്ദേഹം അത് നിഷേധിക്കുന്നു. ഈ സംഭവം ഇന്നലെ ഉണ്ടാവുമ്പോൾ തന്നെ മനോരമയുടെ ഓൺലൈനിൽ വാർത്ത വരുന്നു. മനോരമയുടെ ഓൺലൈനിലെ വാർത്ത അപ്പോൾ തന്നെ ഇന്നലെ സുപ്രീം കോടതിയിലെത്തുന്നു. പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം പരിഗണനയ്ക്ക് എടുക്കുന്നു. ഓർക്കണം, ഒരു സംഭവം ഉണ്ടാവുന്നു, വാർത്ത വരുമ്പോൾ തന്നെ, ഓൺലൈൻ വാർത്ത വരുമ്പോൾ തന്നെ അന്ന് തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ബോധപൂർവം ഈ കേസിൻ്റെ അന്ന് സുപ്രീം കോടതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. സുപ്രീം കോടതി ഗൗരവമായി എടുത്തു. അത് നിങ്ങൾ അതിന് മാറ്റം വരുത്തണം, ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മോക്ക് പോൾ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ചില കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ എല്ലാത്തിനെയും ഇങ്ങനെ സംശയത്തോടെ കാണുന്നത് എന്തിനാണ്? എല്ലാത്തിനും നന്മവശങ്ങൾ കൂടി കണ്ടുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. വിധി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വിശ്വസിക്കാതെ, മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ ഇങ്ങനെ നുണ പറയുന്നത് അവസാനിപ്പിക്കേണ്ടതല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. EVM മെഷീനാണ് ബാലറ്റ് വോട്ടിനേക്കാൾ നല്ലത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ബാലറ്റ് വോട്ട് എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവന് വിജയിക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളെപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട്, കണ്ണൂരിലെ പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമൊക്കെ ഭരണം CPM ഏകപക്ഷീയമായി, അത് ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് ജയിക്കുന്നതല്ല. പാന്തൂർ നഗരസഭ, അവിടെയൊക്കെ ഭൂരിപക്ഷം ഇടങ്ങളിലും എതിരാളികളില്ല. എന്താണ് അവിടെ ഒന്നും ഒരു എതിർ ചിന്തിക്കുന്ന ആരുമില്ല, എല്ലാവരും CPMകാരാണോ? കോൺഗ്രസോ മുസ്ലിം ലീഗോ BJP ഒന്നുമില്ല എന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അത് പാർട്ടി ഗ്രാമങ്ങളാണ്. പാർട്ടി ഗ്രാമങ്ങൾ കർശനമായി പാർട്ടിയുടെ നിയന്ത്രണത്തിലുണ്ട്. മറ്റൊരു രാഷ്ട്രീയ ചിന്തയ്ക്കോ മറ്റൊരു സംവിധാനത്തിനോ അവിടെ ഇടമില്ല. അപ്പോൾ അത്തരം ഇടങ്ങളിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെ ഈ വോട്ടിന് സുതാര്യത ഉറപ്പാക്കാൻ കഴിയും? എൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലെ മലയോര ഗ്രാമങ്ങളിൽ അനേകം പേരുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പേരാവൂർ, ഇരിക്കൂർ മണ്ഡലത്തിന് കീഴിൽ അനേകം ബന്ധുക്കൾ എനിക്കുണ്ട്. 1000 കുടുംബങ്ങളെങ്കിലും എൻ്റെ ബന്ധുക്കളായുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്കും മറ്റും പോളിംഗ് ഏജന്റുമാരെ പോവാറുണ്ട്. അവർ പറയാറുണ്ട്, തലേ ദിവസം നേരിട്ട് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളോ എന്ന് പറയുന്നു, സാറിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തരും, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. മാത്രമല്ല, ഈ ബന്ധുവിൻ്റെ ബന്ധുക്കളുടെ വിശദാംശങ്ങളും ഭാര്യ വീടും മക്കൾ പഠിക്കുന്നതും വരെ ഇവർ ശേഖരിച്ചിട്ടാണ് ഒരു ഭീഷണിയുടെ സാഹചര്യത്തിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഭരണാധികാരികൾ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. അവിടെ എതിരാളികളുടെ ബൂത്ത് ഏജന്റ് പോലുമില്ല. മുഴുവൻ വോട്ടുകളും CPMന്റെ പെട്ടിയിലേക്ക് വീഴും. ഇപ്പോഴും അതൊക്കെ ഒരു പരിധി വരെ നടക്കുന്നുണ്ടെങ്കിൽ പോലും യന്ത്രമായതുകൊണ്ട് അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളെങ്കിലുമുണ്ട്. ബീഹാറിലൊക്കെ ബൂത്ത് കൂട്ടത്തോടെ പിടിച്ച് മൊത്തം വോട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഇല്ലാതായിരിക്കുന്നു. ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് ഒത്താശ ചെയ്യുന്നവരാണ്. ദയവായി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കരുത്. ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിരിക്കുന്ന സംഭവം ജനങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല. ഇന്നത്തെ മാധ്യമം ദിനപത്രം എടുത്ത് നോക്കുക. പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വലിയ 8 കോളം വാർത്തയാണ്. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന തരത്തിൽ ആവേശത്തോടെയാണ് മാധ്യമം എഴുതിയിരിക്കുന്നത്. എന്നാൽ അവർക്ക് വേണ്ടത് ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. അതിനുവേണ്ടി അവസരം കാത്തിരിക്കുന്നവർ അത് ഉപയോഗിക്കും. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചിട്ട് അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ദയവായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രഹസനത്തിന് കൂട്ടുനിൽക്കരുത്.
ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അതാണ്. 2016 ഒരു MLA ഉണ്ടായിരുന്നു BJPക്ക് കേരളത്തിൽ. 2021 അതില്ല. അവർക്ക് എന്തുകൊണ്ടാണ് ആ സീറ്റെങ്കിലും ഈ പോളിംഗ് മെഷീൻ ഉപയോഗിച്ച് പിടിച്ചെടുക്കാത്തത്? കർണാടക BJPക്ക് വലിയ സ്വാധീനമുള്ള ഇടമാണ്. പിന്നെ എങ്ങനെയാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്? തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്? എന്തുകൊണ്ടാണ് പഞ്ചാബിൽ BJPക്ക് സ്വാധീനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളിലും BJPക്ക് സ്വാധീനമില്ലാത്തത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പതിയെ BJPക്ക് കുറച്ചെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റും. എത്രയോ കാലമായി നടക്കുന്നു. പിന്നെ എന്തിനാണ് മോദി ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസംഗിച്ചും വെയിൽ കൊണ്ട് നടക്കുന്നത്? ദയവായി ജനാധിപത്യത്തെ ഇങ്ങനെ അവഹേളിക്കരുത്. ഇത് നമ്മുടെ ഭാരതത്തോടുള്ള, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയോടുള്ള അവഹേളനമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മേൽ അവിശ്വാസം ഉണ്ടാകുന്നതിനുള്ള ആരോപണമാണ്. വെറുതെ ശൂന്യതയിൽ നിന്നും ആരോപണം സൃഷ്ടിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കരുത്.